താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഫ്രഷ് കട്ടിന് സുരക്ഷ നൽകണമെന്ന് പോലീസിനോട് ഹൈക്കോടതി. പ്ലാന്റിലേക്കുള്ള മാലിന്യ നീക്കം തടയരുത്. പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ പരിശോധന നടത്തണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനും കോടതി നിർദ്ദേശം നൽകി. അഹമ്മദ് മുസ്തബ കൂടുതൽ വിവരങ്ങളുമായി. മുസ്തബ, കോടതിയുടെ ഇടപെടൽ എന്താണ്? ഹൈക്കോടതി ഒന്നുകൂടി ഊന്നി പറയുകയാണ്. ഇക്കാര്യം ജില്ലാ പോലീസ് മേധാവി, റൂറൽ പോലീസ് മേധാവി ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് ചോദ്യം ചെയ്ത് ഈ പ്ലാന്റിന്റെ അധികൃതർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പോലീസ് സുരക്ഷയുണ്ട്, അത് ഇപ്പോൾ തടസ്സപ്പെട്ടൊരു സാഹചര്യത്തിൽ കോടതി ഇടപെടൽ തേടിക്കൊണ്ടുള്ള ഒരു ഹർജിയാണ്. ആ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. നേരത്തെയുള്ള സുരക്ഷയ്ക്ക് പുറമെ ഇപ്പോൾ ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ പ്ലാന്റിന്റെ 100 മീറ്റർ പരിധിയിൽ പോലും സംഘർഷ സാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യം ഉറപ്പുവരുത്തണം. കർശന നടപടികൾ, പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മാത്രമല്ല, കോടതി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒരു പരിധിവരെ പൊതു ആവശ്യമാണ്, ജില്ലയിലെ തന്നെ ഏക അറവു മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. അത്തരമൊരു പ്ലാന്റ് പ്രവർത്തിക്കേണ്ടത് നാടിന്റെ ഒരു പൊതു ആവശ്യമാണ്, ഒരു പരിധിവരെ പൊതു ആവശ്യമാണ് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. മാത്രമല്ല, PCBക്ക്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒരു നിർദ്ദേശമുണ്ട്. പ്ലാന്റിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ കയറി അവിടുത്തെ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് നിയമാനുസൃതമാണ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നടക്കുന്നത് എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികൃതർ അവിടെ കയറി പരിശോധിക്കണം. 2 ആഴ്ചക്കകം കോടതിയിൽ PCBയുടെ റിപ്പോർട്ട് നൽകുകയും വേണമെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അടുത്ത 21-ന്, നവംബർ 21-ന് ഈ വിഷയം വീണ്ടും വിശദമായി തന്നെ കേൾക്കാൻ വേണ്ടി പരിഗണിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നിഷാദ്.